ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇർഷിദാസ് മെഡ്ഫോളിയോ. വേനലവധിയൊക്കെ കഴിഞ്ഞു, സ്കൂൾ തുറക്കാറായില്ലേ. കുട്ടികളൊക്കെ വീണ്ടും പഠനത്തിലോട്ട് ഇൻവോൾവ് ആവാൻ പോവാണ്. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പ്രശ്നമാണ് കോൺസെൻട്രേഷൻ ഇല്ല, അല്ലെങ്കിൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, വിചാരിച്ച പോലെ ഫോക്കസ്ഡ് ആവുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ അല്ലേ. കുട്ടികളുടെ കാര്യം മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെ കാര്യം എടുത്തു നോക്കിയാലും അതെ. ഇപ്പോൾ ഏകാഗ്രത എന്ന് പറയുന്ന ഒരു സാധനമേ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും നമുക്ക് ആവശ്യത്തിനുള്ള കോൺസെൻട്രേഷൻ ഇല്ല അല്ലേ. പലപ്പോഴും പല ജോലികളും നമ്മൾ വളരെ യാന്ത്രികമായിട്ടാണ് ചെയ്യുന്നത്. ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തതെന്ന് പോലും നമുക്കൊരു ഐഡിയ ഇല്ല. ഏകാഗ്രത നമ്മുടെ നിന്ന് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ കോൺസെൻട്രേഷൻ നമുക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കിത് കൂട്ടാമെന്ന് നോക്കാം. ഞാൻ കുട്ടികളുടെ കാര്യം പറഞ്ഞത്, കൂടുതലും അവരാണല്ലോ കൂടുതൽ എക്സാംസ് ഒക്കെ നേരിടുന്നത്. അപ്പോൾ അവർക്കാണ് ഇത് കൂടുതൽ ആവശ്യം വരുന്നത്. എന്നാൽ നമുക്കും കോൺസെൻട്രേഷൻ വേണം. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ഏകാഗ്രത തന്നെ വേണം. അപ്പം നമുക്ക് എങ്ങനെ കോൺസെൻട്രേഷൻ കൂട്ടാമെന്ന് നോക്കാം അല്ലേ. അപ്പം എന്ത് മെത്തേഡ് നമ്മൾ എടുത്താലും അത് ഏറ്റവും ബെസ്റ്റ് തന്നെ ആയിരിക്കണം. പൊതുവെ ഈ ജപ്പാൻകാരെ കുറിച്ച് പറയാറുണ്ട്, അവർ ഭയങ്കര ബുദ്ധിശാലികളാണ്, അല്ലെ അവിടെയുള്ള ആളുകൾക്ക് ഭയങ്കര ഏകാഗ്രതയാണെന്നൊക്കെ. അത് വെറുതെ പറയുന്നതല്ല. നമുക്ക് ജപ്പാന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. ഈ ഹിരോഷിമ നാഗസാക്കിയിലൊക്കെ ബോംബിട്ട് ജപ്പാന്റെ എക്കണോമി കംപ്ലീറ്റ് തകർന്ന് തരിപ്പണമായതാണ്. ജപ്പാൻ വീണ്ടും മുന്നിലോട്ട് വരുമെന്ന് മറ്റു രാജ്യങ്ങളൊന്നും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ റീസെന്റ് ആയിട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ എക്കണോമി ഉള്ള രാജ്യങ്ങളിൽ ഒന്ന് ജപ്പാൻ തന്നെയാണ് അല്ലെ. മാത്രമല്ല, ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയിലെല്ലാം തന്നെ ജപ്പാൻ ഒരു പടി മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അവരെന്താ ഈ കോൺസെൻട്രേഷൻ ഒക്കെ കൂട്ടാൻ അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? പൊതുവെ നമ്മുടെ മനുഷ്യന്റെ ബ്രെയിനിനൊരു സ്വഭാവം എന്ന് പറയുന്നത്, ഒരു ദിവസത്തിന്റെ പകുതിയോളം സമയം, ഏതാണ്ട് 50% സമയവും ദിവാസ്വപ്നം അഥവാ ഡേ ഡ്രീമിങ് ചെയ്യാനാണ് ബ്രെയിനിന് ഇഷ്ടം. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഡേ ഡ്രീം എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരവസ്ഥ. ഇതാണ് നമ്മുടെ ബ്രെയിനിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു 8 സെക്കൻഡ് വരെയാണ് നമുക്ക് അതിൽ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഏറ്റവും ഏകാഗ്രമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് 8 സെക്കൻഡ് സമയമാണ്. അപ്പം ഈ കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം. അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പം ജപ്പാൻകാർ എങ്ങനെയാണ് അവരുടെ കോൺസെൻട്രേഷൻ കൂട്ടിയത്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ നിൽക്കാൻ വേണ്ടി അവരെന്താ ചെയ്തിരുന്നത് നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പം അവർ പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡു നോട്ട് മൾട്ടി ടാസ്ക് എന്നാണ് പറയുന്നത്. ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ പാടില്ലെന്നാണ് അവർ പറയുന്നത്. അവരങ്ങനെ ചെയ്യാറുമില്ല. പക്ഷെ നമ്മുടെ കാര്യം എടുത്ത് നോക്കിയാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് അല്ലേ. പക്ഷെ അത് നമ്മുടെ ഉൽപാദനക്ഷമതയുടെ ഒരു 40% കുറയ്ക്കാൻ കാരണമാകുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കും ഒരേ സമയം 1-2 കാര്യങ്ങൾ ചെയ്താൽ 2 കാര്യം കൂടെ കഴിഞ്ഞു കിട്ടുമല്ലോ എന്നല്ലേ. പക്ഷെ അത് ശരിക്കും നമ്മുടെ പ്രൊഡക്ടിവിറ്റി അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പൊതുവെ നമ്മൾ ഫോൺ ചെയ്തുകൊണ്ട് കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾ പഠിക്കുമ്പം തന്നെയാണെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത്, അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കും. ഇപ്പം രണ്ടാമത്തേത് ഡു നോട്ട് ഷിഫ്റ്റ് യുവർ ഫോക്കസ് എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം ചെയ്യാൻ നമ്മുടെ ഒരു ഫോക്കസ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ അതിൻ്റെ ഫോക്കസ് മാറിപ്പോകാൻ പാടില്ല. പലപ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കും, അതിൻ്റെ പിറകെ പോയിട്ട് വേറൊരു കാര്യത്തിലോട്ട് ഷിഫ്റ്റ് ആവും അല്ലേ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മൾ ഇന്ന് പഠിക്കണം എന്നാണ് വിചാരിച്ചെങ്കിൽ പഠിക്കുക തന്നെ ചെയ്യാം. അടുക്കളയിൽ നിന്ന് ബിരിയാണിയുടെ സ്മെല്ല് വരുമ്പോൾ എന്നാൽ പിന്നെ കഴിച്ചിട്ട് പഠിക്കാം. അപ്പം നമ്മുടെ ഫോക്കസ് ഷിഫ്റ്റായി. അപ്പം അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ കുറയ്ക്കാനുള്ള കാരണമാവും. അപ്പം അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് അതാ അല്ലേ. കുട്ടികളുടെ കാര്യം എടുത്തു നോക്കിയാലും വലിയവരുടെ കാര്യം എടുത്തു നോക്കിയാലും നമ്മൾ പല കാര്യങ്ങളും ചെയ്യണമെന്ന് തീരുമാനിച്ചിറങ്ങും, പക്ഷെ എവിടെയോ നമ്മളോട് അതങ്ങ് തെറ്റിപ്പോവും അല്ലേ. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഫോക്കസ് ഷിഫ്റ്റ് ആവാൻ പാടില്ല. നമ്മൾ എന്താണോ എയിം ചെയ്തത് അത് നമ്മൾ ചെയ്യുക. ഇനി മൂന്നാമത്തേതെന്ന് പറയുമ്പം സ്മോൾ ടാസ്ക് എന്നാണ് പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ പൊതുവെ ഇന്ന് ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് നോക്കി അതിൽ വലിയ വലിയ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും അല്ലേ. ഇപ്പം എക്സാമൊക്കെ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. എക്സാമൊക്കെ അടുത്ത് നിൽക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ പഠനത്തിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം നമ്മൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പെട്ടെന്ന് കുളിക്കും, ചിലപ്പോൾ കുളിക്കുന്നതൊന്നും അറിയ പോലും ഇല്ല. പക്ഷെ അങ്ങനെയല്ല, ജപ്പാൻകാർ അധികവും അവർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ
ഇമ്പോർട്ടൻസ് കൊടുക്കും. അത് നമ്മുടെ കോൺസെൻട്രേഷൻ അഥവാ ഏകാഗ്രത കൂട്ടാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നന്നായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മാത്രമേ നമുക്ക് അത്രയും എനർജിയിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ എന്ത് കാര്യങ്ങൾ ഒരു ദിവസം എടുത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ കൂടാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കണം. ഓക്കെ, പഠിക്കണം എന്ന് വിചാരിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ മൈൻഡ് ഔട്ടായിട്ട് ചെയ്തു പോകരുത്. എല്ലാം ഒരേ ഇമ്പോർട്ടൻസിൽ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ സ്ട്രൈവ് ഫോർ ക്വാളിറ്റി. എപ്പോഴും നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഇറങ്ങിയ പിന്നെ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം നമ്മൾ എയിം ചെയ്യേണ്ടത്. ഇപ്പം ഇന്ന് നമ്മൾ എക്സാമിന് വേണ്ടിയാണല്ലോ പഠിക്കുന്നത് അല്ലേ? അപ്പം എക്സാമിൽ ഏറ്റവും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എക്സാമിന് ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ സബ്ജക്റ്റിലും നമ്മൾ മാർക്ക് സ്കോർ ചെയ്യണം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ പോരാ, എല്ലാ സബ്ജക്റ്റിനും നമ്മൾ സമയം കണ്ടുപിടിക്കുക, എല്ലാ സബ്ജക്റ്റിനെയും ഒരേപോലെ ട്രീറ്റ് ചെയ്ത് ഒരേപോലെ പഠിക്കാനുള്ള ഒരു ടൈം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാനായിരിക്കും കൂടുതൽ താല്പര്യം അല്ലേ? അപ്പോൾ ഒരു സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ പോരാ, നമ്മുടെ എപ്പോഴും നമ്മളെ ബെസ്റ്റ് എക്സാമിൻ്റെ മാർക്കാണ് നമ്മുടെ എയിം എന്നുള്ളത് മറന്നു പോവാതെ അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളത് വെച്ച് എല്ലാ സബ്ജക്റ്റിനും ഈക്വലായിട്ട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അത് പഠനത്തിൻ്റെ കാര്യത്തിലാണ്, എല്ലാ കാര്യവും ഇങ്ങനെ തന്നെ. നമ്മൾ ഏറ്റവും ക്വാളിറ്റി ഉള്ളൊരു റിസൾട്ട് നമ്മൾ എയിം ചെയ്യുമ്പോൾ അതിനുവേണ്ടി മുമ്പേ നമ്മുടെ ടൈം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് കറക്റ്റായിട്ട് ചെയ്യാം. അടുത്തത് സ്റ്റഡി ബ്രേക്ക് എന്നാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക. ഇപ്പോൾ പലപ്പോഴും ഈ ജപ്പാൻ, സൗത്ത് കൊറിയ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഈ സ്കൂൾ കുട്ടികൾക്ക് അവർക്ക് ഫ്രീഡം ഉണ്ട്. ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ അവർക്ക് ഉറങ്ങണമെന്ന് തോന്നുമ്പോൾ ഉറങ്ങാം, ഇറങ്ങിപ്പോകണമെന്ന് തോന്നുമ്പോൾ ഇറങ്ങാം. അവർക്ക് അതിനുള്ളൊരു ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഈ പലപ്പോഴും നമ്മുടെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് കൂടുതൽ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യാനുള്ള ഒരു പ്രവണത ഭയങ്കര കൂടുതലാണ് അല്ലേ? നമ്മൾ വിചാരിക്കും ഇപ്പം ഫ്രീഡം കൊടുത്തു കഴിയുമ്പോൾ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങാൻ കുട്ടികളെ സമ്മതിച്ചാൽ, അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങാൻ വിട്ടാൽ പിന്നെ കൂടുതൽ ടൈമും ഉറങ്ങുന്നു. അങ്ങനെയല്ല, നമുക്ക് ആ ഫ്രീഡം ഉണ്ടെങ്കിൽ കൂടുതലും നമ്മൾ ഉറക്കം നന്നായിട്ട് വരുമ്പോൾ മാത്രമേ ഉറങ്ങുള്ളൂ. ശരിക്കും അങ്ങനെ ഒരു ബ്രേക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ബ്രെയിൻ കുറേ സമയം പഠിക്കുമ്പോൾ നമുക്ക് അല്ലെ എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ കൂടുതൽ ടൈം ചെയ്യുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ തന്നെ പോവും. അപ്പം നമ്മുടെ ബ്രെയിനിന് ഒരു റിലാക്സേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ആ സമയം നമ്മൾ റിലാക്സ് ചെയ്യാൻ തന്നെ ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക് എടുക്കുന്ന സമയം ഫോൺ എടുക്കാനോ അല്ലെങ്കിൽ മറ്റ് വേറെ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആവാനോ പാടില്ല. നമ്മൾ ആ സമയം റിലാക്സ് ചെയ്യാൻ വേണ്ടി തന്നെ ഉപയോഗിക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ പ്രോഗ്രസ് നോട്ട് ഓൺ പെർഫെക്ഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേജ് എന്താണോ അതിൽ നിന്ന് ഒരു പടി കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ചെറിയ ചെറിയ ഉയർച്ചകളിൽ പോലും നമ്മൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ചെറുതായി ഏറ്റവും മുകളിലോട്ട് എത്താൻ ശ്രമിക്കുക. ഏത് കാര്യമാണെങ്കിലും അങ്ങനെയാണ്. നമ്മൾ ആദ്യമേ ഏറ്റവും ടോപ്പിലേക്ക് നോക്കിയാൽ നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ ഡൗൺ ആവും. അങ്ങനെയല്ല, നമ്മളതിന് പടിപടിയായിട്ട് നമ്മളെ ചെറിയ ചെറിയ ഉയർച്ചകളിലൂടെ ഏറ്റവും ടോപ്പിലെത്താൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയാണ് ജപ്പാൻകാർ ഇതൊക്കെ ചെയ്തിട്ടാണ് അവർ വലിയ ബുദ്ധിശാലികളും അങ്ങനെ അവർ ഏകാഗ്രതയൊക്കെ കൂട്ടിയത്. നമുക്ക് ഇനി ജപ്പാൻകാരെ പോലെ ബുദ്ധിശാലികളും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കോൺസെൻട്രേഷനോടുകൂടി നമ്മുടെ ഉൽപാദനക്ഷമത കൂട്ടി നമുക്ക് എല്ലാ കാര്യങ്ങളിലും മുന്നിലെത്താൻ നോക്കാം അല്ലേ? വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.